ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ച ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനിൽ വേണ്ടി വന്നാൽ മത്സരിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് നിഖിൽ പൈലിയുടെ വെല്ലുവിളി. മുൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് വർഗീസിനെയും KPCC അംഗം KP ഉസ്മാനെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിലാണ് പ്രതിഷേധം. കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുത്തവരെ പരിഗണിക്കുന്നുവെന്നാണ് വിമർശനം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, ഈ കൊലക്കേസ് പ്രതിക്ക് ജനങ്ങളെ സേവിച്ചേ മതിയാകുള്ളൂ. ഇദ്ദേഹത്തെ മത്സരിപ്പിച്ചില്ല എങ്കിൽ എന്ത് തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആ ഭീഷണിയിൽ പറയുന്നത്? സുബിൻ, തീർച്ചയായും അത്തരത്തിലാണ്. അതായത് പാർട്ടി നേതൃത്വത്തെയും അതുപോലെ തന്നെ പൊതുജനത്തെയും ഒന്നാകെ വെല്ലുവിളിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിലവിലിപ്പോൾ ഈ ധീരജ് കൊലക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പ്രധാനമായും ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, അതായത് സീറ്റ് തർക്കത്തിലാണ് ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തെ ഒന്നാകെ ഇയാൾ വെല്ലുവിളിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ UDFിലെ സീറ്റ് ചർച്ചയെല്ലാം പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇടുക്കി ജില്ലയിൽ UDFിന്റെ സ്ഥാനാർത്ഥികൾ, അതായത് പഞ്ചായത്ത് തലത്തിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ UDF നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർ ഒന്നാകെ പ്രതിരോധം തീർക്കുന്നത്. ഈ പ്രതിരോധത്തിൽ ഇത്തരത്തിൽ ഈ ധീരജ് വധക്കേസ് പ്രതിയും ഇത്തരത്തിൽ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ പൈനാവ് ഡിവിഷനുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതായത് വാഴത്തോപ്പ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ജോയ് വർഗീസിനാണ് പ്രഥമ പരിഗണന നിലവിൽ ഈ ഡിവിഷനിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനെ നിഖിൽ പൈലി എതിർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ KPCC അംഗമായിട്ടുള്ള KP ഉസ്മാനും പരിഗണനയിലുണ്ട്. ഇവർ രണ്ടുപേരും പാർട്ടിയെ വഞ്ചിച്ചവരാണ് എന്നാണ് നിഖിൽ പൈലി ഫേസ്ബുക്കിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാർട്ടിയെ വഞ്ചിച്ചവർ ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിയായാൽ അവിടെ അവർക്ക് ബദൽ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കും എന്നുള്ളൊരു വെല്ലുവിളിയാണ് എന്തായാലും നിഖിൽ പൈലി നടത്തിയിട്ടുള്ളത്. ഇതിനുശേഷം ഇത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് നിഖിൽ പൈലി നിലവിലിപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പാർട്ടി നേതൃത്വം ഇതിനെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ഇത്തരത്തിൽ ഈ ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ വരെ ഈ ധീരജ് വധക്കേസിന് പിന്നാലെ നിഖിൽ പൈലിക്ക് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻ KPCC പ്രസിഡന്റ് വരെ ഈ നിഖിൽ പൈലി അനുകൂലിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം പാർട്ടിയിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരാളാണ് നിഖിൽ പൈലി. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി ഏത് തരത്തിൽ പാർട്ടി നേതൃത്വം കാണുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്.